അച്ഛൻ, അമ്മ, മറ്റു കുടുംബാംഗങ്ങൾ, നാട്ടുകാർ ഒന്നടങ്കം ഒരു 100-ലധികം പേർ ഒരുമിച്ച് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ശരണ്യ പേരോട്ടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇങ്ങനെ നീണ്ട കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വന്നപ്പോൾ അച്ഛനും അമ്മയും എന്ത് പറഞ്ഞു? എന്താണ് ഒരു ഫീല്? ഇതുവരെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി എന്താ എനിക്കറിയില്ല. എന്തോന്ന് കിട്ടുന്നുള്ളൊരു പേടിയുണ്ടോ? ചെറുതായിട്ട് സാധ്യത കാണുന്നു. ഇങ്ങനെ ഇത്രയും സമയം അവിടെ ചെലവഴിച്ചിരുന്നത് നമുക്ക് ആവശ്യത്തിന് വെള്ളം മാത്രം കുടിച്ചു നേരത്തെ പറഞ്ഞല്ലോ. മറ്റു ബുദ്ധിമുട്ടുകൾ, വന്യമൃഗശല്യം അടക്കം ഉണ്ടായിരുന്നോ? ഇല്ല, അവിടെ ചെറിയ മൃഗങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. കുരങ്ങൻ, പിന്നെ കുറച്ച് പക്ഷികളൊക്കെ, ഇൻസെക്ട്സ് കുറെ ഉണ്ടായിരുന്നു. ഈ ആനയൊക്കെ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ അവരൊന്നും വന്ന് ബുദ്ധിമുട്ടിച്ചിട്ടില്ല അല്ലെ? പുലിയൊന്നുമില്ല, ആനയുള്ള ഏരിയ എന്ന് പറഞ്ഞു. പിന്നെ ചെന്നായി ടൈപ്പ് ഒരു എന്തോ. ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയിട്ട് ആരോടും ബന്ധപ്പെടാനൊന്നും കഴിയാത്തൊരു നിമിഷം ഉണ്ടായിരുന്നല്ലോ. എങ്ങനെയാണ് ചെലവഴിച്ചത്? എന്തായിരുന്നു നമ്മുടെ ഒരു ചിന്തയൊക്കെ? ഫോൺ ഓഫായപ്പോ തന്നെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. സാധനം പെട്ടു. ഇനി എങ്ങനെയെങ്കിലും താഴെ എത്തുക. അപ്പം നടന്നു വന്നപ്പോഴേക്കും ഒരു 3 സ്ട്രീം ഞാൻ കടന്നു. അപ്പം 3rd വൺ എത്തിയപ്പോഴേക്കും ഞാൻ വെച്ചു വെള്ളത്തിന്റെ വഴി പോയി നോക്കാം, ഇനി താഴെ എത്തുമായിരിക്കല്ലോ. അങ്ങനെ പോയി 6:45 ആയപ്പോൾ പിന്നെ രാത്രിയാവാൻ തുടങ്ങി. നടക്കുന്ന ബുദ്ധിയെല്ലാം വെച്ച് അവിടെ സ്റ്റേ ചെയ്യാന്ന് വെച്ചാൽ അവിടെ കുറച്ചുകൂടി സേഫായ ഏരിയ ആയിട്ട് തോന്നി. കുറച്ച് വലിയ പാറയാണ്, പിന്നെ ചുറ്റും മൃഗങ്ങൾ വരാൻ ചാൻസ് ഇല്ല. വെള്ളം കുടിക്കാൻ മൃഗങ്ങൾക്ക് പറ്റിയൊരു സ്ഥലമല്ലായിരുന്നു. അതുകൊണ്ട് അവിടെ സ്റ്റേ ചെയ്യാന്ന് വെച്ചു. പാറപ്പുറത്താണ് പിന്നീട് ഫുൾ ടൈം ചെലവഴിച്ചത്. അതെ, അവിടെ നിന്ന് താഴേക്ക് ഞാൻ ഉദ്ദേശിച്ചത് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ എനിക്ക് ഈസ്റ്റ് മനസ്സിലാവും. അപ്പം നോർത്ത് ഈസ്റ്റ് പോകാമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ രാവിലെ എപ്പോഴും മനസ്സിലായി എൻ്റെ ആ പാറ കഴിഞ്ഞാൽ താഴെ ഒരു കൊല്ലിയാണ്, നടക്കാൻ പറ്റില്ല. പിന്നെ ലെഫ്റ്റ് സൈഡ് നല്ല കാടാണ്, കയറാൻ പറ്റില്ല. റൈറ്റ് സൈഡാണ് കുറച്ചെങ്കിലും ചാൻസ് ഉള്ളത്. അത് ഫസ്റ്റ് ഡേ എണീച്ചപ്പോൾ ചെറിയ കാലുവേദനയും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അത്രയും നടന്നുകൊണ്ട് മീൻസ് രാവിലെ ഒരു 8 മണി തൊട്ട് 6:45 വരെ കംപ്ലീറ്റ് നടക്കുമായിരുന്നു. അപ്പം അന്നൊന്നും നടക്കില്ല എന്ന് പറയുന്നത് അവിടെ ഇരുന്നു. സെക്കൻഡ് ഡേ ഞാൻ വിചാരിച്ചു ഇൻ കേസ് സെർച്ചെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിസിബിലിറ്റി ഉള്ള ഏരിയ നിൽക്കാം. നല്ല വിസിബിലിറ്റി ഇല്ല, മേലെ എന്തെങ്കിലും ഡ്രോൺ പോലെ എന്തെങ്കിലും വന്നാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. 3rd ഡേ മോർണിംഗ് ഞാൻ 6 മണിക്ക് നടക്കാൻ ഉദ്ദേശിച്ചായിരുന്നു. പക്ഷെ അന്ന് മഴ പെയ്ത് കംപ്ലീറ്റ് ഇതായി. അങ്ങനെയാണ് ഇന്ന് സ്റ്റാർട്ട്. 2 സംസ്ഥാനങ്ങളുടെ സർക്കാരുകൾ ഏകോപനത്തിലൂടെയാണ് തെരച്ചിലൊക്കെ. ഇങ്ങനെ ഒരു രാജകീയ വരവ് പ്രതീക്ഷിച്ചതാണോ? തമാശക്ക് കഴിഞ്ഞ് താഴെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തുമ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത്രയും ആള് താഴെ കിടക്കുന്നത്. സൗണ്ടൊക്കെ കേട്ടോ. അടുത്ത പ്ലാൻ എന്താ? അടുത്ത ഈ ചൂടുകാലൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലത്തെ യാത്രകളുണ്ടോ? ട്രക്കിങ് പ്ലാൻ ചെയ്തിട്ടില്ല. ട്രക്കിങ് വരും ചെയ്യും. സന്തോഷമല്ലേ? ഓക്കെ, സന്തോഷം, വളരെ സന്തോഷം. തിരിച്ചെത്തിയില്ല. ഇങ്ങനെ പോകണ്ട, പോകണ്ട അങ്ങനെ എന്തെങ്കിലും ഉപദേശം കൊടുക്കുന്നുണ്ടോ? കർശനമായ ഉപദേശം കൊടുത്തൊരു കാര്യമില്ല. ടെൻഷൻ അടിച്ചല്ലോ നല്ലോണം. ടെൻഷൻ എന്തായാലും വരും, തീർച്ചയായും വരും എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ കണ്ണൂരും അടയ്ക്കാണ്ട് അല്ലേ വെയിറ്റ് ചെയ്യായിരുന്നു. കണ്ടപ്പോ അപ്പൊ തന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. സന്തോഷായി. ഇനി ഇങ്ങനെ പോകണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ? പറഞ്ഞിട്ട് കാര്യമില്ല. താല്പര്യമുള്ള പക്ഷെ സേഫായിട്ട് പോകണം, അത്രേ ഉള്ളൂ. കർണാടകയിൽ നിന്ന് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരൊക്കെ സഹിതമാണ് വീട്ടിൽ കൊണ്ടുവിട്ടത്. VIP പരിഗണന. എന്തായാലും ഇതാ ശരണ്യ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. 4 ദിവസത്തെ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ആ ട്രക്കിങ്ങിന് പോയി വഴിതെറ്റി ഒറ്റപ്പെട്ടു പോയ ശരണ്യയെ കണ്ടെത്തിയിരുന്നത്. കർണാടകയിൽ നിന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റു പ്രതിനിധികളും ഒക്കെ ചേർന്നാണ് പേരോടെ വീട്ടിലേക്ക് ശരണ്യയെ എത്തിച്ചിട്ടുള്ളത്. പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ശരണ്യ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അതിനൊപ്പം തന്നെയാണ് ഈ നാട്ടിലുള്ള ശരണ്യ ബന്ധുക്കൾക്ക് പുറമെ നാട്ടിലുള്ള വലിയൊരു ജനാവലി തന്നെ ശരണ്യെ സ്വീകരിക്കുന്നതിന് വേണ്ടി വീട്ടുമുറ്റത്തേക്ക് എത്തി എന്നതുകൂടിയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മനോജ് പയ്യന്നൂരിനൊപ്പം രാഹുൽ കെ ബി, മാതൃഭൂമി ന്യൂസ്.